Hello friends! അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണേ ഒരു തെർമോക്കോൾ ആയിട്ടാണ് ട്ടോ. നീളമുള്ള ഒരു തെർമോക്കോൾ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ തെർമോക്കോൾ ചെറിയ പീസ് ഞാൻ നേരത്തെ മുറിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ നമുക്കിത് മാർക്കറ്റിൽ നിന്നൊക്കെ 15-20 രൂപയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനും വലിയത് പറഞ്ഞായിരിക്കും കിട്ടണേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പറഞ്ഞാൽ മേടിച്ചിട്ട് നമ്മൾ നീളത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ക്രിസ്മസ് ട്രീ വേണമെന്നുണ്ടെങ്കിൽ വലിയ ക്രിസ്മസ് ട്രീയുടെ പരുവത്തിൽ വേണം വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കോണ് പോലെ ഇതുപോലെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോണ് പോലെ ഒന്ന് വെട്ടിയെടുക്കാൻ പോകണം. അപ്പം ഞാൻ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ കത്തി ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇതുപോലെ കോണാക്കി വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇത്രയും പൊക്കത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോണേ. നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു ക്രിസ്മസ് ട്രീ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴേക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു വലിയ ക്രിസ്മസ് ട്രീ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയ 2-3 തെർമോക്കോൾ മേടിച്ചിട്ട് കൂട്ടി ഒട്ടിച്ചിട്ട് വലിയൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ചെറിയത് പറഞ്ഞാൽ ഇത്ര ഉള്ളത് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ തെർമോക്കോൾ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കളർ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പേഴ്സ് ആണ്. അപ്പൊ എൻ്റെ കയ്യിൽ ഈ 2 ഷെയ്ഡ്സേ ഉള്ളൂ. ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്ന്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഗ്രീൻ കളറിലെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വേണം. പിന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടത് ഒന്നില്ലെങ്കിൽ ഫെവിക്കോൾ മതി. അപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ ഫെവിക്കോൾ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡബിൾ ടേപ്പ് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടും. ഇത് ഒട്ടും തിക്നെസ് ഇല്ലാത്ത ടൈപ്പ് ഇതുപോലത്തെ നോർമൽ ആയിട്ടുള്ള ഒരു ഡബിൾ ടേപ്പ് ആണ്. നമ്മുടെ കടയിലൊക്കെ ശരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കണത് ഇതുപോലത്തെ ഡബിൾ ടേപ്പ് ആയിരിക്കും, കട്ടിയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ ഫെവിക്കോൾ മതി. 20 രൂപക്കൊക്കെ കിട്ടും. ഇതിന് 45 റുപ്പീസ് ആണ് ആയത്. ഇതിന് ഈ തിക്നെസ് കുറഞ്ഞതിന്. ഇതിനും സെയിം 30 ആ റേഞ്ചിലാണ്. കുറച്ചും കൂടി നല്ലത് നമുക്ക് ഇത് വാങ്ങുന്നതാണ്. കുറെ നാൾ നിൽക്കും, കുറെ പശ ഉണ്ടാവും ഇതിനകത്ത് ചുറ്റും ആയിട്ട്. അപ്പൊ ബെറ്റർ ഇത് വാങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ചിലപ്പോൾ ഇത് യൂസ് ചെയ്യും, പറയാൻ പറ്റില്ല, നമുക്ക് ഏതെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇത്ര സാധനങ്ങൾ നമുക്ക് മതി. അപ്പൊ നമ്മൾ പേപ്പർ, നമ്മുടെ ഈ A4 ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഒന്ന് ആദ്യം രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കാട്ടെ. ഇതുപോലെ ഒന്നുകൂടി മടക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ നീളം മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ മടക്കിയാൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീനകത്തേക്ക് നമ്മൾ ഇവിടെ ഈ അളവ് ഉണ്ട്, താഴത്തെ അളവ് ചെറുതായതുകൊണ്ട് നമ്മൾ ഈ വീതിക്കുള്ളത് മുറിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കണം. ഒരു ഡിസൈനിൽ വെട്ടിയെടുക്കണം, ട്രീ പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമുള്ള ഒരു ക്രിസ്മസ് ട്രീ കിട്ടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ ഡെക്കറേറ്റ് എടുക്കാനും ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ വന്ന സമയത്ത് ഒരു ട്രീ ഉണ്ടാക്കി ഒരു കടയിൽ നിന്ന് ഒരു ട്രീ മേടിച്ച് വെക്കണത് അഫോർഡബിൾ ആയിരിക്കില്ല സ്കൂളിൽ ഓരോ ക്ലാസ്സിലും. അപ്പൊ കുട്ടികൾക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണേ. വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങണേ എനിക്ക് തോന്നണു ഒരു അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ 10,000 രൂപയെങ്കിലും ആവും. വലിയത് നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉള്ളത്, ഇങ്ങനെ നമ്മുടെ പൈൻ ട്രീ പോലെ ഇരിക്കണേ, അത് വാങ്ങണമെന്നുള്ള കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയായിരുന്നു ഒരെണ്ണം, 600 രൂപ എങ്ങാണ്ടും ആയത്. ഇത്രേ ഉള്ളതാണ്. പക്ഷെ അധികം ഇലകളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിഞ്ഞ മേടിച്ചത്. പിന്നെ അല്ലാണ്ട് നമ്മള് ഇതുപോലെ DIY ചെയ്തിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരെണ്ണം ഈ തവണയും ചെയ്തിടാം കേട്ടോ. അത് നല്ല രസമാണ്. നമുക്ക് ഇത് ഉണ്ടാക്കൊന്നും വേണ്ട, ഒട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് വോളിലേക്ക് ഒട്ടിക്കുന്ന ടൈപ്പാണ്. ഇതുപോലെ സാധനങ്ങളൊന്നും വേണ്ട, വേറെ മെറ്റീരിയൽസ് ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ആ തിളങ്ങണ ഒരു സാധനം ഉണ്ടല്ലോ, സിൽക്ക് പോലത്തെ, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇവിടെ കാക്കേന്റെ നോയ്സ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടോന്ന് അറിയില്ല. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്കിന് സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ട്, ഓണായി തന്നെ ഇരിക്കുവാണ്. ഞാൻ മൈക്ക് അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട്, സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി ഒന്ന് സെറ്റാക്കി ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പൊക്കെ ഉണ്ടോ, തുമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞ് വരും. അപ്പോൾ കുറേ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹായ് പറയാം കേട്ടോ. ഞാൻ പേര് നോക്കട്ടെ ആരുടെയൊക്കെയാന്ന് ഞാൻ പറഞ്ഞിട്ട്. നമ്മുടെ കൂട്ടുകാരാണ്, ലവ് എന്ന് പറഞ്ഞിട്ടാണ് ID ഇട്ടേക്കണേ കേട്ടോ. പിന്നെ സരിത,
ആൽബിൻ, ബാലേന്ദു, ഫ്ലവർ മോൾ, ഹായ് പറയുന്നുണ്ട്, പേര് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, ഹബീബ, ഹായ് ഹബീബ, ഹായ് വിസ്മയ, പിന്നെ സെറ ഷഫീഖ് ഹായ്, പിന്നെ ദീപ്തി ഹായ് ഉണ്ട് കേട്ടോ, പിന്നെ വൈഗ ശിവദാസ്, ആൻമരിയ ബൈജു, വിശാല, ഗ്രീഷ്മ, ഷിക, BTS ചേച്ചി പ്ലീസ് ഡ്രോ BTS എന്ന് പറഞ്ഞിട്ടുണ്ട്. BTSന്റെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ. പേര് അനാമിക, അപ്സര, അനുരാഗ്, ഗംഗ ഹായ് ഡാ, ഹായ്. പിന്നെ ചേച്ചി ശ്രീലക്ഷ്മി ആൻഡ് ശ്രീഹരി ഹായ് പറയാൻ വന്നിട്ടുണ്ട്. ഹായ് ശ്രീലക്ഷ്മി, ശ്രീഹരി. പിന്നെ 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 മെൽവിയ നല്ല പേരാണല്ലോ, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കണം കേട്ടോ. ചേച്ചി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി റിപ്ലൈ ഒന്നും തന്നില്ല എന്ന്. മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തന്നെ തന്നിട്ടുണ്ടാവുമല്ലോ. 13 days എഗോ ഉള്ള മെസ്സേജ് ആണ്. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ID krishwizzarts തന്നെയാണ് കേട്ടോ. പേര് അനശ്വര ജിതേഷ് ഹായ്. പിന്നെ അഞ്ജന ഹായ് അഞ്ജന, അൽഫിയ, അൻഫിദ, റിയ, റസീൻ. ഓക്കെ, 3 പേരുണ്ട് കേട്ടോ. അത് കലേഷ്, സുൽഫിയ ഹായ്. പിന്നെ ആൻമരിയ ബേജു സൂപ്പർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് വീഡിയോനകത്ത്. അപ്പൊ നമ്മള് കുറച്ച് പേരൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഫാത്തിമ ഹായ് ഫാത്തിമ, വേദ, പിന്നെ റമീസ, ഫൈസൽ, പോളി ചേച്ചി, മിന്നൽ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ വലിയ ഫാനാന്ന് പറഞ്ഞിട്ടുണ്ട്. K-pop ക്രഷ് ടീം എന്നിട്ടുണ്ട്. പേരെന്താന്ന് അറിയില്ല, ഇതാണ് ഐഡിയയുടെ നെയിം കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്തിട്ട് എല്ലാ കൂട്ടുകാരെയും പേര് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. കാരണം നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കാം. ഇനി നമ്മുടെ പണി അത്രേ ഉള്ളൂ, മെയിൻ പണി അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സംഭവം ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഇതാണ് ആദ്യം ഒട്ടിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ പീൽ ചെയ്തിട്ട് ഇതിന്റെ പുറകിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ എടുക്കണോണ്ട് എനിക്ക് ക്യാമറ ഇവിടെ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇതേ സംഭവം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പീൽ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ വേഗം പെട്ടെന്ന് പണി കഴിയണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ പശ മേടിച്ചിട്ട് ചെയ്താൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സമയം എടുക്കില്ല. പശയൊക്കെ തേച്ച് കൈമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടോ, ഇതുമ്മേക്ക് നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. താഴ്ഭാഗേ ഒട്ടിച്ചു കൊടുത്ത് കണ്ടോ. അപ്പൊ താഴെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കണ പോലെ ആയിട്ടുണ്ട് കണ്ടോ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ഒരെണ്ണം കൂടി എടുത്തിട്ട് സൈഡിലേക്കുള്ള വശം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കാം കേട്ടോ. സൈഡിലേക്ക് ഒട്ടിച്ചു വെക്കാം. അപ്പൊ നമ്മളിത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ പേപ്പേഴ്സ് എടുത്തിട്ട് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് താഴ്ഭാഗം ഒന്നിനും പൊന്തി വെച്ചു കൊടുക്കാം. അപ്പൊ പല ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ എൻ്റെ കയ്യിൽ 2 ഷെയ്ഡ്സ് ഉള്ളൂ. അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുവാണ് കേട്ടോ. ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളത് ഇത്രയും ഒട്ടിച്ചെടുത്തത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല രസമില്ലേ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഭയങ്കര വലുതാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിട്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് വെക്കാം. അപ്പൊ ഇത്ര സെറ്റാക്കി കഴിഞ്ഞ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ താഴെ ഒരു കോൽ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കാം. ബാക്കിൽ കൂടി എന്തെങ്കിലും ഫിക്സ് ആക്കിയിട്ട് നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചെടിച്ചട്ടിയിലൊക്കെ വേണമെങ്കിൽ സെറ്റാക്കി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് വോളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, വോളിലേക്ക് ഒട്ടിച്ചിട്ട് ഫ്രണ്ട് ഡോറൊക്കെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പൊ ഇതിനു മുമ്പ് ഇതിനകത്തേക്ക് കുറച്ച് എലമെന്റ്സ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ബോൾസും സ്റ്റാർസും ഒന്നും ആഡ് ചെയ്യണ്ട. ഇത് ചെറിയൊരു ട്രീ അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അധികം വെയിറ്റ് ഉള്ളതൊന്നും നമുക്ക് ആഡ് ചെയ്യണ്ട. കുഞ്ഞു എലമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യട്ടെ. നമ്മുടെ ക്രിസ്മസിന്റെ ഗിഫ്റ്റിന്റെ ബോക്സുകളൊക്കെ ഇല്ലേ, നമുക്ക് ചെറുത് വാങ്ങാൻ കിട്ടണേ കടയിൽ നിന്ന്, അതൊക്കെ മേടിച്ച് ഇടയിൽ തൂക്കാം. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ചിലപ്പോൾ നമ്മുടെ ഈ തെർമോക്കോളിന്റെ ബോൾസ് ആയിരിക്കും. ഇതിന് 12 രൂപയാണ് അയക്കണേ. 12 രൂപയാണ് ഇതിന് അയക്കണേ. അപ്പൊ നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അവിടേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സ് ഇതിനകത്ത് ഒന്ന് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബോളിലേക്ക് സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ബോൾ ഒട്ടിച്ചിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഈ ബോൾ ഒട്ടിച്ചെടുക്കാം. ഓക്കെ. ജസ്റ്റ് പശ ഫെവിക്കോള് അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തെർമോക്കോളിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസ് നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. പിന്നെ നമ്മുടെ തെർമോക്കോളിൻ്റെ ബാക്ക് സൈഡിൽ ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ ഇതുപോലെ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തെർമോക്കോൾ താഴേക്ക് വെച്ചിട്ട് വലിയ ഒരെണ്ണം നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ളത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതേ പുറകിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ നമ്മൾ ഡബിൾ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത് ഡബിൾ ടേപ്പ് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒട്ടിക്കാൻ വേണ്ടി മാത്രം ചെറുതൊരെണ്ണം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മുകളിൽ താഴേക്കൊക്കെ ഒരു 3-4 വെച്ചിട്ട് ഇത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഡോറുമേ വാതിലുമേ വോളുമേ ഒക്കെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. കൂട്ടുകാരെ ബൈ ബൈ. പിന്നെ നമ്മുടെ ഈ തെർമോക്കോൾ സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് കളർ കാണുന്നുണ്ട്. അതൊന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിൽ ആക്രിലിക് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.